ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ തൃക്കാവടി ഫൗണ്ടേഷൻ ഉള്ളത് ഇന്നലെ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ ഇന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഞാൻ ഒരു ഷോർട്ട് പോലെ അല്ലെങ്കിൽ കുറച്ച് ഒരു 2 മിനിറ്റ് വരുന്ന സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈവൻ ഈ പരനാറി ഏതോ ഇനാഗ്രേഷനോ എന്തോ പരിപാടിക്ക് പോയിട്ട് അവിടുന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഗർഭപാത്രം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഏതോ 2 ആൾക്കാർ എന്റെ വീഡിയോയിൽ ഡോക്ടർമാരായിട്ടുള്ള 2 ആൾക്കാർ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവന് മാനസിക പ്രശ്നമാണ്, പിന്നെ ഇവര് മെന്റലി ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ ഒരു സാധനം. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, മെന്റൽ ഹെൽത്ത് നോക്കുന്ന 2 ആൾക്കാർ എന്റെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഇവര് പ്രാന്താണെങ്കിൽ അത് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു രോഗം മെന്റലി ഇവർ ഓക്കെ അല്ല എന്ന് സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇവരത് ചികിത്സിക്കണം. അല്ലാതെ അത് ചികിത്സിക്കാതെ വന്നിരുന്നിട്ട് സ്ത്രീകളെ കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചോ ഗർഭപാത്രത്തെ കുറിച്ചോ ഗർഭത്തെ കുറിച്ചോ തോന്നിയവാസം വന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആസ് എ വുമൻ, ഞാനൊരു സ്ത്രീയാണ്, എന്നെ കൊണ്ട് അതൊന്നും കേട്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ ജാസിക്കാക്കാന്റെ അണ്ടി താങ്ങി ടീംസ് ആണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കാണണ്ട. നിങ്ങളെ അമ്മേന്റെയും പെങ്ങളെയും മടിയിൽ ഇരുത്തിട്ട് അവർക്ക് ചോറ് കൊടുത്തോ, വേറൊന്നും എനിക്ക് പറയാനില്ല. അതുകൊണ്ട് എന്റെ വീഡിയോ കാണണ്ട. എന്റെ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടിട്ട് അവസാനം വന്നിരുന്ന് പിന്നെ ജാസിത്താത്താന്റെ അത് കൊള്ളാം, ജാസിത്താത്തിന്റെ ഇത് കൊള്ളാം, അവർ ജീവിച്ചോട്ടെ, അങ്ങനെ ആക്കിക്കോട്ടെ, ഇങ്ങനെ ആക്കിക്കോട്ടെ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ അണ്ണാക്കിൽ അടിച്ച് ഞാൻ തരും. ഞാൻ പറയാലോ, ഞാൻ ഒന്നും നോക്കൂല. എനിക്കിതൊന്നും ഒരു വിഷയമുള്ള കഥയല്ല. ഞാൻ ഈ പറഞ്ഞ വീട്ടുകാർ തന്നെ ഞാൻ പറയും. എനിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിക്കൂല, അയ്യോ നമ്മള് വീട്ടുകാരെ പറയാൻ പാടില്ലല്ലോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കൂല. ഞാൻ പറയും. അവസാനം നിങ്ങൾ തന്നെ കമന്റ് ഡിലീറ്റ് ആക്കിയിട്ട് പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ ജാസിക്കാക്കാന്റെ മൂഡ് താങ്ങിയ ടീംസ് ആണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. എന്റെ വീഡിയോ കാണണം എനിക്ക് ഒരു നിർബന്ധമില്ല. ഓക്കെ, സ്കിപ്പ്. അപ്പോ ഇന്നലെ ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതായിരുന്നു. ഇവന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചതാണ്. എനിക്കും എപ്പോഴും ചെറിയൊരു തോന്നലുണ്ടായിരുന്നു ഇവനെന്തോ മാനസിക പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അല്ലാത്ത പക്ഷം വീഡിയോയിൽ വന്നിരുന്നിട്ട് എനിക്ക് കരുവാറ്റം ഉണ്ട് എന്ന് പറഞ്ഞ ടീം പെട്ടെന്ന് മൈക്കുമായിട്ട് ഓൺലൈൻ മീഡിയാസ് പോയി ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ പോയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, നമ്മൾ ഇത്രയും ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടും ഈ കുണ്ടന്റെ വീഡിയോ ഇത് റീച്ച് ആയിട്ടില്ല, യൂട്യൂബിലിട്ട വീഡിയോ റീച്ച് ആയിട്ടില്ല, ആരും കണ്ടിട്ടൊന്നുമില്ല, കുറച്ചെന്തോ ആൾക്കാർ കണ്ടതേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ പോയി കാണട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. സൈക്കോളജിക്കൽ മൂവ്. സൈക്കോളജിസ്റ്റുകാരാണ്. ഇവനാന്നോ ഭ്രാന്ത്? ഇവനാന്നോ പിന്നെ മാനസികമായിട്ട് പ്രശ്നമുള്ള ആള്? ഇവൻ അസല് കള്ളനാന്ന്. കള്ളന് കഞ്ഞി വെച്ചാ കഞ്ഞി കുടിപ്പിച്ചവനാന്ന്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടാ. പിന്നെ നീ ഈ കണ്ട ഓൺലൈൻ മീഡിയാസിനൊക്കെ പോയിട്ട് ബൈറ്റ്സ് കൊടുക്കുന്നത് ബിഗ് ബോസിലേക്ക് കയറാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നീ ബിഗ് ബോസ് പോണം, നിന്നെ എനിക്ക് ബിഗ് ബോസ് കാണണം, മനസ്സിലായില്ലേ? ചിലപ്പോ ഇവൻ പോവൂല. എടാ, നീ ബിഗ് ബോസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ആശയുണ്ടല്ലോ, ഓന ഏതെങ്കിലും സ്ത്രീന്റെ അപ്പുറം പോവും കേട്ടാ. ഓൻ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഓൻ ആരെങ്കിലും അപ്പുറം നല്ല ഏതെങ്കിലും അപ്പുറം പോവും. അതും കൂടി നീ സൂക്ഷിക്കണം. ഓനെ പൂട്ടിയിട്ട് പട്ടിക്കെല്ലാം ചോറ് കൊടുത്തിട്ട് പോലെ നമുക്ക് എവിടെയെങ്കിലും ദൂരം പോകാനുണ്ടെന്നുണ്ടെങ്കിൽ പട്ടിക്ക് സെപ്പറേറ്റ് 2 ദിവസത്തേക്കുള്ള ചോറെല്ലാം കൊടുത്തിട്ട്, ചോറും വെള്ളമെല്ലാം കൊടുത്തിട്ട് പോകൂലേ, അതുപോലെ പോണം നീ. ഓനെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പിന്നെ പട്ടിക്ക് ചോറ് കൊടുക്കുന്ന പോലെ ചോറെല്ലാം കൊടുത്തിട്ട് നീ പോണം. അല്ലാത്ത പക്ഷം പോയി കഴിഞ്ഞാൽ അവൻ ഉള്ള ജീവനും കൊണ്ട് അവൻ രക്ഷപ്പെടും. ഓർമ്മ വേണേ. എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. സ്ത്രീകളെ കുറിച്ചിട്ടും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഗർഭപാത്രത്തെ കുറിച്ചിട്ടോ പിന്നെ ഈ പറയുന്ന പോലെ പ്രസവത്തെ കുറിച്ചിട്ടോ ഒക്കെ അറിയാത്ത കാര്യങ്ങൾ വന്നിരുന്ന് നൊടിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. എനിക്ക് ബാക്കിയുള്ള സ്ത്രീകളുടെ കാര്യം ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അതെന്റെ വിഷയമല്ല. ഇത് എന്റെ യൂട്യൂബ് ചാനലാണ്, എന്റെ പേജാണ്, എന്റെ ഇൻസ്റ്റഗ്രാം ആണ്. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഏരിയയാണ്, ഞാൻ പറയും. ഓക്കെ, അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. നമുക്കൊരു വീഡിയോ കാണാം. ഹെൽനസ് പാട്ട പറഞ്ഞത് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളായിട്ടാണ് വന്നത്, അല്ലാതെ പുരുഷനിൽ നിന്ന് സ്ത്രീകളിലേക്ക് മാറുമല്ല ചെയ്തത്. ഇങ്ങനെ സ്ത്രീകൾക്ക് മാറിയ ഈ ജാസിയെ പോലുള്ളവരെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആ ബസ്സിൽ കയറാനായിട്ട് ഞങ്ങൾ സ്ത്രീകൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഞാൻ ഈ ഇപ്പൊ പറഞ്ഞ പേരിന്റെ ആള് മാത്രമേ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ വീട്ടില് പടച്ച റബ്ബേ ദൈവം, ഞാൻ അങ്ങനെ ഒരിക്കലും പറയാതിരിക്കണം.
ഈ ഒരു ജന്മം എത്രത്തോളം വിഷമാണ്, എത്രത്തോളം പ്രോബ്ലത്തിലൂടെ കടന്നു പോയെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ ജനിക്കണം, അത് ദൈവം ജനിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അപ്പൊ അവർക്ക് മനസ്സിലാവും ഇവരുടെ വിഷമം എന്താണ്, വേദന എന്താണ്, അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അച്ഛനമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, വേദന ഉണ്ടാകുന്നത് അവർക്ക് ദൈവം കാണിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ പരിഹസിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ അവർക്ക് ഒരു കുട്ടി ഇതേപോലെ ജനിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കുട്ടി ജനിക്കണം. അപ്പൊ അവർക്ക് മനസ്സിലാവും. അപ്പൊ അവർ ചിരിയും കളിയും തമാശ പറച്ചിലും കളിയാക്കലും ഒക്കെ നിന്നു. അത്രയേ ഉള്ളൂ. ജാസി, ആദ്യം തന്നെ അമ്മേന്റെയും അച്ഛന്റെയും വിഷമത്തെ കുറിച്ചൊന്നും നീ പ്രസംഗിക്കല്ലേ, മനസ്സിലായില്ലേ? നിന്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഒരുത്തൻ, ഒരു ചെറ്റ, നിന്റെ പുറം നിൽക്കുന്ന എന്തിനാന്ന് എനിക്കറിയോ? ഒരു വേർപ്പിന്റെ അസുഖമുള്ളോണ്ടാന്ന്. നിന്റെ അടുത്താകുമ്പോ ഒരു പണിയും ചെയ്യാണ്ട് നിനക്ക് വെറുതെ നീ കുനിഞ്ഞു നിൽക്കുമ്പം നിനക്ക് സഹായിച്ചു തന്നാ മാത്രം മതി. നീ നല്ല ചെലവിന് ചല്ല് പുല്ല് പോലെ പട്ടിക്ക് കൊടുക്കുന്ന ചെലവിനും കൊടുത്തോളും. അതുകൊണ്ട് മാത്രമാണ് ആ ചങ്ങായി നിൽക്കുന്നത്. അതെല്ലാവർക്കും അറിയാം, നിന്റെ കൂടെയുള്ള ആൾക്കാർക്കും അറിയാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, നീ ഇപ്പൊ പറഞ്ഞല്ലോ, ശരിയാണ്. നമുക്കറിയില്ല നാളെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഈ പറയുന്നത് പോലെ ഈ ട്രാൻസ് ആയിട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇതിൽ ജനിച്ചേക്കാം. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെ മക്കളെ കുറിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പം ഈ മൈക്കും പിടിച്ചു പോയ പിന്നെ മയിലാട്ടൻ ടീം ചോദിച്ചത് വെച്ചാൽ അത് എന്റെ പേരാണ്. ഇപ്പൊ നാളെ എനിക്ക് ദൈവം ഇങ്ങനെ ഒരു കുഞ്ഞിനെയാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും 100% ഞാൻ എന്റെ മക്കളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മൾ 1960-ലൊന്നല്ല ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരും നമ്മളെ അടുത്ത് വന്നിരുന്നിട്ട് അമ്മ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം നിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കും. നിന്റെ ഫോട്ടോയും നിന്റെ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് ഞാൻ പറയും, എന്റെ പൊന്നു മക്കളെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ. നിങ്ങൾക്കിപ്പം പെണ്ണായിട്ടാണ് ജനിച്ചെന്നുണ്ടെങ്കിൽ പെണ്ണിന്റെ സ്വഭാവമോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല, എനിക്കൊരു ആണിനെ പോലെയാണ് അങ്ങനെ ഓക്കെ. എന്നിട്ട് പെണ്ണാണ് ജനിക്കുന്നത് അല്ല ആണാണ് ജനിക്കുന്നത്, അമ്മ ഞാൻ ഇങ്ങനെയല്ല, ഓക്കെ. നിന്നെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയും, പൊന്നുമക്കളെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ഈ പരനാറിനെ പോലെ ജീവിക്കരുത്. അത് മാത്രം അമ്മക്ക് സഹിക്കില്ല. മനസ്സിലായില്ലേ? എങ്ങനെ വേണമെങ്കിലും എന്റെ പൊന്നുമക്കളെ ജീവിച്ചോ, ഈ നാറിനെ പോലെ. മറ്റേ ഒരു ഇതുവരെ ആണായിട്ട് ജീവിച്ചൊരു പെണ്ണിന്റെ ജീവിതവും തകർത്തിട്ട് ഒരുത്തനെ അടിമ പോലെ ഒരുമിച്ച് കൊണ്ടു നടന്നിട്ട് ഇപ്പം ഒരു സിലിക്കോണും വെച്ച് കെട്ടിയിട്ട് വന്നിരുന്നിട്ട് ഞാൻ പെണ്ണാണേ, എന്നെ സ്ത്രീ ആയിട്ട് അംഗീകരിക്കണേ, അത് ഞാൻ എന്റെ മക്കളോട് പറയും. അല്ലാണ്ട് അതില് വിഷമിക്കാനോ അതിൽ ചങ്ക് പൊട്ടിച്ചാവാനോ. ഈ പറഞ്ഞ പോലെ നമ്മൾ 1960-ലൊന്നും അല്ല ജീവിക്കുന്നത്. നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും കുണ്ടേഷ് പേടിക്കണ്ട കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു മക്കളെ ദൈവം തരികയാണ് എന്നുണ്ടെങ്കിൽ പൊന്നു പോലെ തന്നെ വളർത്തും, നമ്മളെ കൂടെ തന്നെ വളരും, നിന്നെ കാണിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ എത്രയോ നല്ല ആൾക്കാരുണ്ട്. നിന്നെ മാത്രം ആൾക്കാരിട്ട് അലക്കണം എന്നുണ്ടെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചാ മതി എന്തുകൊണ്ടാണ് എന്നുള്ളത്. അത് നിന്റെ ഈ മരമോന്ത കൊണ്ടല്ല, മനസ്സിലായില്ലേ? അത്രക്കുണ്ട്. നിന്റെ കമ്മ്യൂണിറ്റി പെട്ടവർക്കേ നിന്നെ വേണ്ട. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് കമ്മൂട്ടി നോക്കുന്നത് എന്നാ കമ്മ്യൂണിറ്റി പെട്ടവർക്ക് നിങ്ങളെ വേണം, കമ്മൂട്ടി പെട്ടവർക്ക് നിങ്ങളെ വേണ്ട കേട്ടോ. പിന്നെ അയ്യോ അച്ഛന്റെ അമ്മേന്റെ ഒക്കെ സങ്കടത്തെ കുറിച്ച് ആരാ ഈ പണയുന്നേ? ആ ആഷിന്ന് പറയുന്ന ഓന്റെ ഉമ്മ അങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാത്ത നീയാന്നോടാ അച്ഛന്റെയും അമ്മേന്റെയും വിഷമത്തെ കുറിച്ച് പറയുന്നത്. അയ്യോ അടുത്തൊന്ന് കാണാം കേട്ടോ. പാട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ നിങ്ങളെപ്പോലെ ട്രാൻസിന്റെ കാര്യമല്ല. ഞങ്ങൾ സ്ത്രീകൾ നോക്കിക്കോളാം, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത് ജാസിനെ ഒരു കണ്ടന്റ് ആക്കാൻ നോക്കുന്നതാണ്. എന്താണ് പറയുന്നത്? കണ്ടന്റ് ആണ്, തീർച്ചയായിട്ടും കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം പറ്റേ, ഇപ്പോൾ സ്ത്രീകളെ കാര്യം നോക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ട്രാൻസിന് പബ്ലിക്കിൽ എവിടെയും ടോയ്ലറ്റോ അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ സ്ത്രീകളുടെ ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്മെൻസ് ആണെങ്കിലും പുരുഷന്മാരുടെ ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല കേരളത്തിൽ. പിന്നെ ഇപ്പോൾ KSRTC ബസ്സിൽ ഞങ്ങൾ കയറിയാൽ നമുക്ക് സ്ത്രീകളുടെ പരിഗണന തന്നെയാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഗവൺമെന്റ് കയ്യിൽ നിന്ന് കിട്ടിയത് ട്രാൻസ്വുമന്റെ പരിഗണന മാത്രമല്ല,
സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നവർക്ക് ഈ വെറുതെ കുറക്കാനേ പറ്റത്തുള്ളൂ. അവർ ഒരു മൂലയ്ക്ക് ഇരുന്ന് കുറച്ചിരിക്കും. അവർക്ക് വേണ്ട റീച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഒരു മൂലയ്ക്ക് ഇരുന്ന് കുറക്കട്ടെ, അത്രേ ഉള്ളൂ. പട്ടി, ഏതാണ് ആ പരിഗണന? സ്ത്രീകൾക്ക് മാത്രം കിട്ടിയ ഏത് പരിഗണനയാണ് നിനക്ക് കിട്ടിയത്? അത് നീ ഒന്ന് തെളിവ് സഹിതം നിന്റെ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞേ. ഏതാ കിട്ടിയത്? അല്ലെങ്കിൽ ആർക്കാണ് സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്ന പരിഗണന കിട്ടിയിട്ടുള്ളത്? ഞാൻ ആദ്യമേ പറയാം, നീ എന്തിനാണ് അല്ലെങ്കിൽ ചോദ്യം ചോദിച്ച വേട്ടാവളിയനോടാണ്. ആ എൽനോസ് പാർട്ട് എപ്പോഴാണ് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനെയും പറഞ്ഞത്? ഞാൻ എവിടെയും എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനെയും പറഞ്ഞിട്ടില്ല. ഈ പറന്നാറിനെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ലവരായ എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഈ പറയുന്നത് പോലെ KSRTCയിലോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമുക്ക് സൗജന്യം അല്ലെങ്കിൽ ഇളവ് രീതിയിലുള്ള നിങ്ങൾക്ക് സമരം ചെയ്യുന്നതിൽ പ്രശ്നമില്ല, നല്ല കാര്യം തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജാസിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ മൈക്കും കൊണ്ട് പോകുന്ന വേട്ടാവളിയൻ ടീംസിനോടാണ് നിങ്ങൾ കാര്യങ്ങൾ കളിച്ചിട്ട് നിങ്ങൾ എൽനോസ് പാട്ട് പറഞ്ഞു ഇത്രേ, പിന്നെ നിങ്ങൾ സ്ത്രീകളെ കാര്യം നോക്കണ്ട, നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ഇവനെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ശരി തന്നെയാണ്. ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ, ട്രാൻസ് മെൻ ആവട്ടെ, ട്രാൻസ് വുമൺ ആവട്ടെ, ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതർ ജെൻഡറിലുള്ള ആൾക്കാർക്ക് ഒരു വാഷ്റൂം, പബ്ലിക് വാഷ്റൂം അത് നിർബന്ധം തന്നെയാണ്. അതിൽ ഞാൻ യോജിക്കുന്നു. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു നെക്സ്റ്റ് എന്തെങ്കിലും ഒരു പ്ലാൻ കാര്യങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ശൗചാലയത്തിന്റെ കൂടെ പബ്ലിക് ടോയ്ലറ്റിൽ ഇവർക്കും കൂടെ, ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടെ പബ്ലിക് ടോയ്ലറ്റുകൾ നിർബന്ധമാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിന്നെ ഞങ്ങൾ എങ്ങനെ സ്ത്രീകളുടെ പിന്നെ ഇതിൽ കയറ്റും? ഇപ്പോഴും നിനക്ക് താഴെ ടെങ് അത് തന്നെയല്ലേ? ആ പൂതി മോന് വേണ്ട കേട്ടോ. ഞങ്ങൾ അങ്ങ് നിന്നെ വെൽക്കം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ വരണം എന്ന് പറഞ്ഞ് നിന്നെ സ്ത്രീകളുടെ ടോയ്ലറ്റിലേക്ക് കയറ്റും എന്നുള്ള ധാരണയൊന്നും നിനക്ക് വേണ്ട. അയ്യോ, എന്താ ഓന്റെ ഒരു ഐഡിയ! ആത്താടെ ഇരുന്നോ കേട്ടോ. ട്രാൻസ് ആയിട്ടുള്ളവര് ചിലപ്പോ എനിക്ക് തോന്നുന്നു പിന്നെ ഡൗൺ സർജറിയും ഈ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ ആൾക്കാര് സ്ത്രീകൾ ഉപയോഗിക്കുന്ന വാഷ്റൂം ആയിരിക്കാം ഉപയോഗിക്കുന്നത്. അതിൽ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ചിലപ്പോ അപ്പുറത്തെ മെൻ വാഷ്റൂം യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടാവും. നിന്നെയൊന്നും അതിൽ പെടുത്താൻ പറ്റുന്നത്? പിന്നെ ഇവനിപ്പോ വന്നിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക് ടോയ്ലറ്റിൽ യൂസ് ചെയ്യാറില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. തൂറാൻ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു വെക്കും. ഞാൻ എന്റെ കക്കൂസ് പോയിട്ടേ തൂറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്റെ കക്കൂസ് പോയിട്ട് മൂത്രം ഒഴിക്കുള്ളൂ. എനിക്ക് പബ്ലിക് ടോയ്ലറ്റിൽ എനിക്ക് പറ്റില്ല. അങ്ങനെ വന്ന് പറയും. നീ പറഞ്ഞോളൂ, വിഷയമുള്ള കാര്യമല്ല. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. നീ പറയുന്നതൊക്കെ മണ്ടത്തരമാണ്. ഈ വീഡിയോന്റെ താഴത്ത് ഈ ജാങ്കോ സ്പേസിനോടാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ എത്രയോ നല്ല ഫോട്ടോസ് ഉണ്ട്. നിങ്ങൾ ഈ ജാമ്പവന്റെ കാലത്തുള്ള എന്റെ ഫോട്ടോ വെക്കല്ല. നല്ല നല്ല ഫോട്ടോസ് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സ്ക്യൂസ് മീ. പിന്നെ ഈ പറഞ്ഞതുപോലെ പറയാമെന്നതും മറന്നുപോയി പണ്ടാരടങ്ങാൻ വേണ്ടിയിട്ട്. എന്താ ഞാൻ പറയാൻ വന്നേ? ടിങ്കിടിങ് എന്നോട് ഞാൻ എന്തോ ആലോചിച്ചു, അതാണ് പ്രശ്നം. ഈ കുണ്ടേഷിന്റെ കാര്യം തന്നെയായിരിക്കും. പബ്ലിക് ടോയ്ലറ്റിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ജാസി എന്ന് പറയുന്ന വ്യക്തി ഈ വീഡിയോയുടെ താഴത്ത് ഞാൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും വണ്ടിയുള്ള പിന്നെ താങ്കളെ ഒരിക്കലും കയറ്റാൻ വേണ്ടി പറ്റില്ല, ഈ പട്ടിയെ കയറ്റണമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ അതിന്റെ താഴത്ത് എന്റെ കെട്ടിയവനാണ് പട്ടി എന്ന് പറഞ്ഞിട്ട്, എടാ എന്റെ കെട്ടിയൊരു ആണാണടാ, മനസ്സിലായില്ലേ? കുണ്ടനല്ല, എന്റെ കെട്ടിയൊരു ആണാണ്. വന്ന് ഇത് ബാക്കിയുള്ള ആയിരിക്കും വിഷമമുണ്ടെങ്കിൽ സോറി. ഇവനെ മാത്രമാണ് കേട്ടോ, ഈ മുഹമ്മദ് ജാസിലിനെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കും അതിൽ വിഷമം വരേണ്ട ആവശ്യമില്ല. വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയോട് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഇതിലാക്കാൻ പറ്റുമോ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇവർ വന്നിരുന്ന് പറയുന്നത്? ഗർഭപാത്രം ഉണ്ടത്രേ. ഞാൻ പറയട്ടെ, സ്ത്രീകൾ അനുഭവിക്കുന്ന, നിങ്ങൾക്കും ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരും അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. ആരും അതിനെ വന്നിരുന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. സർജറിക്ക് ശേഷമുള്ള പെയിനുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ ബ്ലീഡിങ്ങുകളും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന വേദനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. സ്ത്രീ ആയിട്ടുള്ള ഞാൻ വന്നിരുന്നിട്ട് അതിനെ കളിയാക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? ഞാൻ വന്നത് എന്ത് വേദനയിടോ, ഞാനും സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്, എനിക്ക് ചോര പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ വന്നിരുന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്, ഈ നാറയിനോടല്ല. ഇതിനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ഗർഭപാത്രം ഇല്ലാത്ത,
അല്ലെങ്കിൽ ഗർഭപാത്രം ഉണ്ടായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അത് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അതിന്റെ വേദന എത്രത്തോളമാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടോ? സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. പീരിയഡ്സ് സമയത്ത് ഭയങ്കരമായിട്ട് വേദനകൾ അനുഭവിക്കുന്ന, ഛർദ്ദിക്കുന്ന, തലചുറ്റി വീഴുന്ന, ഓവർ ബ്ലീഡിംഗ് ഉള്ള, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ത്രീകളുണ്ട്. PCOD, ഇപ്പം വേറെന്തോ PCOS അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, തൈറോയിഡ്, അത് ഇത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നില്. അതിനെയൊക്കെ കളിയാക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കേട്ട് നിൽക്കാൻ ബാക്കിയുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ പറ്റുമായിരിക്കും. എന്നെ കൊണ്ടത് പറ്റില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് അത് പ്രതീക്ഷിക്കുകയും വേണ്ട. ഒരു ദയയും ദാക്ഷിണ്യം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എന്നെ കൊണ്ട് പറ്റില്ല. ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയും. നല്ല വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. നല്ല വീഡിയോസ്, ലിപ്സിങ്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ജീവിച്ചു പോയിക്കൂടെ? എന്തിനാണ് ഈ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഹെയ്റ്റ് വാങ്ങിക്കൂട്ടുന്നത്? സംഭവം ഇപ്പൊ ഇൻബോക്സ് നന്നായിട്ട് ചങ്ങായ സ്ത്രീകൾ ഇട്ട് അലക്കുന്നുണ്ട്. അത് ഉറപ്പാണ്, അതിലൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ആ വന്നിരുന്ന് പറഞ്ഞത് ഞാൻ ഗർഭപാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന്. എടാ, നിനക്കല്ല എന്തിന്റെ അസുഖമാണെന്നാണ് നിനക്ക് എന്തായാലും മാനസിക രോഗമല്ല, അത് വിട്. മാനസിക രോഗമല്ല നിനക്ക് വേറെന്തോ രോഗമാണ്. ആ കൂടെയുള്ള ഓനെയാണ് ആദ്യം അടിക്കേണ്ടത്. എടാ ആഷി, നീ ഉണ്ടല്ലോ ഇപ്പൊ ഈ ജാസി അഘോരാത്രം പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് കയറണമെന്ന് ആയിരിക്കല്ലോ മറ്റേ പ്രൊഫൈലിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. കിട്ടട്ടെ, നിങ്ങൾ പോണം. ആ ഗ്യാപ്പിൽ നീ മുങ്ങിക്കോ കേട്ടോ. അല്ലെങ്കിൽ നീ ഓനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഈ പബ്ലിക് ഏരിയയിൽ വന്നിരുന്നിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത്, സ്ത്രീകളെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ നീ ഒന്ന് മനസ്സിലാക്ക്. അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഗൂഗിളിലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് കേൾപ്പിക്ക്. ഇത് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ നീ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചു നോക്കുമെന്ന്. അതെങ്കിലും ചെയ്യും. അതാകുമ്പോൾ എനിക്ക് വേർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ യൂട്യൂബിൽ മറ്റേ വോയിസിൽ ഇങ്ങനെ കൊടുത്താലും മതി. ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ പിന്നാലെ മൈക്കും പിടിച്ചു പോകുന്ന ടീംസിനെയാണ് ഞാൻ ആലോചിക്കുന്നത്. പൈസ കൊടുത്തിട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന ടീംസാന്ന് തോന്നുന്നത്. ചോദ്യങ്ങളെല്ലാം കേൾക്കണം. ഇല്ല, ഇവരെല്ലാം എനക്കൊന്നും പറയാനില്ല കേട്ടോ. നിങ്ങളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഈ ഓൺലൈൻ മീഡിയാസിനെ കുറിച്ച് ഏനെങ്കിലും ജാങ്കോ സ്പേസ്, നിങ്ങളാണ് മെയിൻ ആയിട്ട് എന്റെ പണ്ടത്തെ ഫോട്ടോ വെക്കുന്നത്. ഇപ്പോഴത്തെ ഫോട്ടോ വെക്കണം കേട്ടോ. എൽനോസ് പാർട്ടിനെ കുറിച്ച് എന്തെങ്കിലും ആരടുത്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് പ്ലീസ് പുതിയ ഫോട്ടോസ്. ഞാൻ മുമ്പത്തേക്കാൾ എത്രയോ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഇപ്പോ. പണ്ടും ഞാൻ ഭംഗിയാണത് പറയാം. അപ്പം ജാസിക്ക് ഉത്തരങ്ങൾ കിട്ടിയല്ലോ അല്ലേ? നീ എന്തായാലും നീ ബിഗ് ബോസിൽ വരണം. നീ ആ ബിഗ് ബോസ് എനിക്കൊന്ന് കാണണം.